ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള വട്ടയിലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റമാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണണം. കൂടാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം, മറക്കല്ലേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനായി ഒരു ബൗളിലേക്ക് 1.5 കപ്പ് കരിപ്പട്ടി ഇട്ട് കൊടുക്കാം. കരിപ്പട്ടിക്ക് പകരം ശർക്കര വേണമെങ്കിലും യൂസ് ആക്കാം. പക്ഷേ ഈ ഒരു സ്നാക്കിന് പൊതുവേ കരിപ്പട്ടിയാണ് യൂസ് ചെയ്യുന്നത്. കരിപ്പട്ടിയുടെ ടേസ്റ്റാണ് ഇതിലെ ഹൈലൈറ്റ്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്താൽ മതിയാകും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ കരിപ്പട്ടി നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. ഇതിപ്പോൾ നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 6 മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. 3 ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കയ്ക്ക് പകരം വാനില എസൻസ് വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ഈ ഒരു സ്നാക്കിൽ ഏലക്കയാണ് പൊതുവെ ചേർക്കാറ്, അതുകൊണ്ട് ഞാൻ ഏലക്കയാണ് ചേർത്തേക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെയ്യ് ചേർത്തൊരു കേക്ക് ടിന്നിലോ ഏതെങ്കിലും ഒരു പാത്രത്തിലോ നമുക്കിത് അരിച്ചൊഴിച്ച് കൊടുക്കാം. കരിപ്പട്ടിയിലെ പൊടിയും മുട്ടയിലെ പാടയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചൊഴിച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് അരിച്ചിട്ടുണ്ട്. ഇനി ഈ കേക്ക് ടിന്നൊരു ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പാത്രം വെച്ച് അടയ്ക്കുകയോ ചെയ്യാം. ഇത് ആവിയിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആവി വെള്ളം ഇതിലേക്ക് വീഴാൻ പാടില്ല, അതുകൊണ്ടാണ് ഒരു പാത്രം വെച്ച് നമ്മൾ അടച്ചു കൊടുക്കുന്നത്. ഇനി ഒരു 30 മിനിറ്റ് ഒന്ന് ആവിയിൽ വെച്ച് വേവിക്കാം. ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സൈഡൊക്കെ വിടിയിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള വട്ടയിലപ്പം റെഡി ആയിട്ടുണ്ട്. വായിലിട്ടാൽ മെൽറ്റായി പോകുന്ന ഒരു ടെക്സ്ചറും ടേസ്റ്റുമാണ് ഇതിൻ്റെത്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കണം. മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.